നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട താരം സലീം കുമാർ അന്തരിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ അവസാന നോക്ക് കാണാൻ വേദനയോടെ ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം തളകെട്ടി നിന്നിരുന്നു. നമുക്കറിയാം, ഇത്രയും കാലം നമ്മൾ പ്രേക്ഷകർക്ക് പോലും വലിയ വേദനയാണ് ഉളവാക്കിയത് അദ്ദേഹം. ഒരു കലാകാരൻ എന്ന രീതിയിൽ അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഒരുപാട് നല്ല നിമിഷങ്ങൾ. അപ്പോൾ അതൊക്കെ ഓർത്ത് നമുക്ക് വലിയ രീതിയിലുള്ള വിഷമമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർ, അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അവർക്കൊക്കെ എന്തുമാത്രം വേദന ഉണ്ടായിരിക്കും. അങ്ങനെ ദുഃഖം തളം കെട്ടി നിന്ന എല്ലാവരുടെയും മുഖത്ത് അത് പ്രകടമായിരുന്ന ഒരു ഇടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊതുദർശനം, അതായത് മൃതശരീര പൊതുദർശനത്തിന് വെച്ച ഇടം. പക്ഷെ അവിടേക്ക് ചിരിച്ചു മറിഞ്ഞെത്തിയിരിക്കുകയാണ് ഒരാൾ. സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ നിലവിൽ ഉയരുകയാണ്. റിനി ആൻഡ് ജോർജിനെതിരെയാണ് ഇത്തരത്തിൽ കടുത്ത വിമർശനം ഉയരുന്നത്. അതായത് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭാവങ്ങളായിരുന്നു റിനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സലീം കുമാറിനെ അവസാനമായി കാണാൻ എത്തിയവരിൽ റിനി ആൻഡ് ജോർജും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മരണ വീട്ടിലെത്തുന്ന വ്യക്തി ഇത്തരത്തിൽ ചിരിച്ചാണോ വരേണ്ടതെന്ന ചോദ്യം ഉയർത്തുന്ന തരത്തിൽ എല്ലാവരോടും ചിരിച്ച മുഖത്തോടെയാണ് റിനി ആ മരണ വീട്ടിൽ നിന്നത്. അത് ഒരു സന്ദർഭോചിതമായ ഇടപെടൽ ഉണ്ടാകേണ്ട എന്ന ചോദ്യമൊക്കെ നിലവിലുയർന്നു. സോഷ്യൽ മീഡിയയിൽ അടക്കം റിനിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശന മഴ ചൊരിയുകയാണ്. കല്യാണ വീട്ടിൽ വന്ന പോലെ എന്താ സന്തോഷം, ഇങ്ങനെയാണോ ഒരു മരണ വീട്ടിൽ നിൽക്കേണ്ടത് എന്ന ചോദ്യം ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരു മരണ വീട്ടിലെ ധീര വനിതയുടെ മുഖമാണ് ഈ ചിരിച്ചുകൊണ്ട് കാണുന്നത്. അല്പമെങ്കിലും ഉചിതമായിട്ട് പെരുമാറിക്കൂടായിരുന്നു റിനി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരു മരണ വീട്ടിൽ വരുമ്പോൾ ആരായാലും ഇതുപോലെ വരരുത് എന്നാണ് മറ്റൊരാൾ പറയുന്നത്. മരണ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് ആരെങ്കിലും വരുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ചിരിച്ചുകൊണ്ടാണല്ലോ ഒരു മരണ വീട്ടിലേക്ക് കയറി വരുന്നത്. ഇങ്ങനെ വരാൻ എങ്ങനെ സാധിക്കുന്നു? എല്ലാവരും വിഷമത്തിൽ നിൽക്കുമ്പോഴാണോ റിനി ഇത്തരത്തിൽ ചിരിച്ചുകൊണ്ട് വരുന്നത് എന്നതടക്കമുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്താ നമ്മുടെ നാട് നന്നാവാത്തതെന്ന് ഈ ഒരു കാര്യം കാണുമ്പോൾ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഒരുപാട് കാരണങ്ങളിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ മലയാളക്കരയിലെ ഒരു നല്ല കലാകാരൻ നമ്മെ വിട്ട് ലോകത്തോട് തന്നെ വിട പറഞ്ഞ ഈ ദുഃഖ നിമിഷം. ഇവളെ പോലുള്ളവൾ എത്ര കൂളായിട്ടാണ് അവിടെയുള്ളവരോട് സന്തോഷത്തോടെ നടക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ. ഒരു മരണ വീട്ടിൽ വന്ന് ഇത്ര കൂളായിട്ട് ചിരിക്കാൻ എങ്ങനെ സാധിച്ചു? അല്ലെങ്കിൽ അപ്പുറത്ത് അവിടെ ബന്ധുക്കൾ വേദനയോടെ ഇരിക്കുന്നുണ്ട്. ഇത് ഫാഷൻ ഷോ അല്ലല്ലോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരാൻ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഇവരൊക്കെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വരുന്നതാണ്. ഒരുപാട് മീഡിയ ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് വരുന്നതാണ്, അല്ലാതെ ആത്മാർത്ഥമായിട്ട് വിഷമത്തിൽ വന്നതല്ല എന്ന് മറ്റൊരാൾ കുറിക്കുകയാണ്. മരണ വീട്ടിൽ ചിരിച്ചുകൊണ്ട് വരുന്ന നടി, ഇവളെയൊക്കെ എന്താ പറയേണ്ടതെന്ന് മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്. വലിയ വിമർശനമാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. അതായത് അവിടെ നിന്നവരിൽ ഇപ്പോൾ റിനി മുഴുവൻ സമയവും ചിരിച്ചുകൊണ്ട് വരുന്നു എന്നതടക്കമുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനത്തിന് കാരണമായി മാറിയിരിക്കുകയാണ്. അറഞ്ചം പുറഞ്ചം വിമർശനങ്ങൾ ശക്തമാവുകയാണ്. ഇനി നമുക്ക് ഓൺലൈൻ മീഡിയയ്ക്കെതിരെയും വിമർശനങ്ങൾ ശക്തമാവുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ മകൻ മാധ്യമങ്ങളോടൊക്കെ മാറി നിൽക്കുന്ന അലറുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഇതിന് പിന്നാലെ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എത്രത്തോളം ശല്യമുണ്ടാക്കുന്നു, ഈ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരു അവാർഡ് ഫംഗ്ഷൻ അതുപോലെ കല്യാണമൊക്കെ ആണെങ്കിൽ പോലും ഒരു പരിധി വരെ നമുക്ക് ക്ഷമിക്കാം. പക്ഷെ മരണ വീട്ടിൽ പോലും ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ അവരുടെ ഒരു സ്വകാര്യതയെ പോലും മാനിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിനെതിരെ വിമർശനങ്ങൾ ശക്തമാവുകയാണ്. ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. സുപ്രിയ മേനോൻ, ലാൽ ജോസ് അടക്കമുള്ള വ്യക്തികളൊക്കെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്കാര ചടങ്ങിനെത്തിയ തള്ളിക്കയറി കുടുംബാംഗങ്ങളെപ്പോലും അസ്വസ്ഥരാക്കിയ യൂട്യൂബ് ചാനലുകളുടെ പെരുമാറ്റത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രിയ മേനോൻ. ഇരയെ ലക്ഷ്യമാക്കി കൂടുതൽ അടുത്തെത്തുന്ന കഴുകന്മാരെ പോലെയായിരുന്നു ഇക്കൂട്ടരെന്നും ഇത് പത്രപ്രവർത്തനമല്ല, അശ്ലീലവും അസഭ്യവും നിറഞ്ഞ അതിക്രമമാണെന്നുമാണ് സുപ്രിയയുടെ വിമർശനം. വീണ്ടും ഒരു കുടുംബം തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വിട പറയാൻ ശ്രമിക്കുന്നു. ഹൃദയഭേദകമായ ദുഃഖവും വേദനയും നിറഞ്ഞ ഒരു നിമിഷം. എന്നാൽ ഇവിടെ വീണ്ടും ക്യാമറകളുടെയും മൈക്കുകളുടെയും ഒരു കൂട്ടം ഈ അവസാന വിടവാങ്ങൽ ക്ലോസപ്പിൽ പകർത്താൻ തിരക്കുകൂട്ടുന്നു. ഇരയെ ലക്ഷ്യമാക്കി കൂടുതൽ അടുത്തെത്തുന്ന കഴുകന്മാരെ പോലെ. കുറച്ച് സ്ഥലം കിട്ടാൻ മകൻ നിലവിളിക്കുന്നു. അവരോട് പിന്നോട്ട്
പിന്നോട്ട് മാറാൻ ആവശ്യപ്പെടുന്നു. ഒന്ന് സമാധാനത്തോടെ കരയാൻ. നാം എന്തായി തീർന്നിരിക്കുന്നു? തത്സമയം എല്ലാം അറിയാനുള്ള ഈ ആർത്തി, എല്ലാ മര്യാദയും അച്ചടക്കവും ഉപേക്ഷിച്ച് ആളുകളെ സമാധാനത്തോടെ ദുഃഖിക്കാൻ അനുവദിക്കുക. അവർക്ക് ഇതിനകം തന്നെ ധാരാളം വേദനയുണ്ട്. സ്വയം നിയന്ത്രണവും ദിശാബോധവും ഉണ്ടാകണം. ഇതൊരു പത്രപ്രവർത്തനമല്ല, ഇത് പ്രദർശനപരതയാണ്. വികാരഭരിതവും അനാവശ്യവുമാണ് എന്നാണ് സുപ്രിയയുടെ വിമർശനം. സലീംകുമാറിന്റെ ഭൗതിക ശരീരം പറവൂരിലെ വസതിയായ ലാഫിംഗ് വില്ലയിൽ ഔദ്യോഗിക ബഹുമതികളോട് സംസ്കരിക്കുന്ന ചടങ്ങിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നോട്ടൽപ്പം മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട ശേഷവും ആരും അനുസരിക്കാതെ വന്നതോടെയാണ് മകൻ ചന്തു നിയന്ത്രണം നഷ്ടപ്പെട്ട് കടുത്ത രോക്ഷത്തോടെ പ്രതികരിച്ചത്. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നും എല്ലാവരും കുറച്ച് മാറി നിൽക്കാനല്ലേ പറഞ്ഞതെന്നും അലറി വിളിച്ച് ചന്തു പറയുന്നുണ്ടായിരുന്നു. അമ്മയും സഹപ്രവർത്തകരും അടക്കം നിരവധി പേർ ചന്തുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിറകണ്ണുകളോടെ വീണ്ടും മാറി നിൽക്കാൻ പറയുകയായിരുന്നു. ഒരു മകൻ, ഒന്നാമത് തൻ്റെ പ്രിയപ്പെട്ട പിതാവ്, അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി തനിക്ക് മുന്നിൽ ചേതനയറ്റ് കിടക്കുകയാണ്. അതിൻ്റെ വിഷമം നിൽക്കുമ്പോഴാണ് മറുവശത്ത് ഒരുപാട് പേർ അതിലേക്ക് അനാവശ്യമായി തള്ളിക്കയറി ക്യാമറ കണ്ണുകളുമായി വന്നത്. അതും ആ ഒരു മകനെ സംബന്ധിച്ച് ആ നിമിഷം വലിയ രീതിയിലുള്ള വേദനയുളവാക്കുകയുണ്ടായി. ഗാർഡ് ഓഫ് ഓണർ നൽകാൻ എത്തിയ പോലീസുകാർ പോലും ബുദ്ധിമുട്ടിയ സാഹചര്യമായിരുന്നു. അത്രമാത്രം തിങ്ങി നിരങ്ങലായിരുന്നു ഉണ്ടായത്. യൂട്യൂബ് ചാനലുകാർ മാത്രമല്ല, അവിടെ നിന്ന് മറ്റാളുകളും നടന്മാരുടെയും മറ്റു ചിത്രങ്ങളും വീഡിയോകളും എടുക്കാൻ മത്സരിക്കുകയായിരുന്നു. തുടർന്നുണ്ടായ ബഹളം പോലീസ് തടഞ്ഞുവെങ്കിലും ശ്രമിക്കാതെ വന്നതോടെയാണ് ചന്തുവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ ഒരു വിമർശന വാർത്ത വായിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിചാരിക്കും മലയാളി വാർത്തയും അത്തരത്തിലൊരു ചാനലാണല്ലോ എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളും യൂട്യൂബ് ചാനൽ തന്നെയാണ്. പക്ഷേ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് എത്തിക്സ് ഉണ്ട്. പ്രത്യേകിച്ച് പ്രമുഖ മാധ്യമങ്ങളടക്കം എത്തിക്സ് പാലിക്കുന്നവരാണ്. ഒരുപാട് എത്തിക്സ്, മീഡിയ എത്തിക്സ് നമുക്കുണ്ട്. പക്ഷേ ഒരു വിഭാഗം യൂട്യൂബുകാരെങ്കിലും ഒരു എത്തിക്സും ഇല്ലാതെ പലയിടത്തും കയറി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വിമർശനാത്മകം. അത് ഇപ്പോൾ അതിര് കടക്കുന്നുണ്ട്. ഒരു വിഭാഗം പേരെങ്കിലും അത്തരത്തിൽ അതിര് കടന്നുകൊണ്ട്, അതിർ വരമ്പുകൾ ലംഘിച്ചുകൊണ്ട് മീഡിയ എത്തിക്സുകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ സെലിബ്രിറ്റികളാണെങ്കിൽ പോലും അവർ മനുഷ്യരാണെന്ന് പോലും മാനിക്കാതെ വല്ലാത്തൊരു കടന്നുകയറ്റം ഒരു വിഭാഗം മാധ്യമം അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. മാത്രമല്ല, സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞത് കൂടി നോക്കാം. ആളുകളുടെ വൈകാരിക അവസ്ഥ പോലും മാനിക്കാതെ മൊബൈൽ ക്യാമറകളുമായി വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഇരച്ചു കയറുന്നവർക്കെതിരെ കർശന നിയമനിർമ്മാണം വേണമെന്നാണ് ലാൽ ജോസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എന്തിനെയെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ എല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് ആക്രമിക്കുന്ന അവസ്ഥ സങ്കടകരമാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ തീവ്രത സ്വന്തം വീട്ടിൽ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ പലരും തിരിച്ചറിയുകയുള്ളൂ എന്നതാണ് വസ്തുത. ലോകത്തെ എല്ലായിടങ്ങളിലും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് വലിയ വിലയുണ്ടെന്നും ലാൽ ജോസ് ഓർമ്മിപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തിനെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ എല്ലാവരും കൂടി ഒന്നിച്ചു വന്ന് ആക്രമിക്കുന്നുണ്ട്. ലോകത്തെല്ലായിടത്തും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് വലിയ വിലയുണ്ട്.